ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ ടൈം പാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ ബാക്കിൽ നോക്കിയാൽ കാണാം. നമ്മൾ പുതിയൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ കണ്ടോ, അതായത് ന്യൂ സ്മിത്ത് ഫീൽഡ് എന്ന് പറയുന്ന മാഞ്ചസ്റ്ററിലുള്ളൊരു ഫിഷ് മാർക്കറ്റാണ് ഇവിടെ. അപ്പോൾ അതേപോലെ നമ്മുടെ ഡ്രൈവർ പുരുഷുണ്ട്, പിന്നെ അതേ മിസ്റ്റർ ജേക്കബ് ബ്രോ ഉണ്ട്. അപ്പോൾ രാവിലെ തിമ്മിങ്കലത്തിന് വാങ്ങാമെന്നൊക്കെ പറഞ്ഞ് വന്നേക്കണതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വരുന്നതാണ്. നമ്മുടെ ഷെഫീൽഡ് ഏരിയയിൽ നിന്നൊക്കെ വളരെ അടുത്താണ്, ജസ്റ്റ് 1 hour ഇതുള്ളൂ നമുക്കിവിടെ എത്താനായിട്ട്. അപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ പോസ്റ്റ് കോഡ് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ എൻട്രൻസ് വരുന്നത്. അതായത് സെക്കൻഡ് ലാർജസ്റ്റ് ഫിഷ് മാർക്കറ്റും ഹോൾസെയിൽ മാർക്കറ്റാണ് ബില്ലിംഗ്സ്ഗേറ്റ് മാർക്കറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇവിടെ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ കുട്ടികളെ അവരൊരു കാരണവശാലും കയറ്റില്ല. 18 വയസ്സിന് താഴെ കുട്ടികളെ കയറ്റില്ല. പാർക്കിംഗ് തികച്ചും ഫ്രീ ആണ്. മൺഡേ ടു ഫ്രൈഡേ ഫ്രീ ആണ്. ഇതിൻ്റെ ഓപ്പണിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് രാവിലെ 2:30 തൊട്ട് മോർണിംഗ് 11:30 വരെയാണ്. ബാക്കി വിശേഷം നമുക്ക് ഉള്ളിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മീൻ മാർക്കറ്റിൻ്റെ എൻട്രൻസ്. ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ഷോപ്പുകളുണ്ട്. എല്ലാ ഷോപ്പുകളിലും ഫ്രണ്ടിൽ അവർ മീൻ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ കുറച്ച് നേരത്തെ എത്തിയത് കൊണ്ടാണ് നിങ്ങൾക്കത് കാണിച്ചു തരാൻ പറ്റാത്തത്. അപ്പോൾ എല്ലാ ഷോപ്പിലും റേറ്റ് ചോദിച്ചതിന് ശേഷം അവസാനം വാങ്ങുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. എല്ലാ മീനും പോയി കണ്ടത് വെച്ച് നോക്കുമ്പോൾ എല്ലാ മീനും പക്കാ ഫ്രഷാണ്. നമ്മുടെ മോറിസണിലൊക്കെ കിട്ടുന്നതിനേക്കാളും പക്കാ ഫ്രഷ് എന്ന് വെച്ചാൽ പക്കാ ഫ്രഷാണ്. റേറ്റും നല്ല ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളിവിടെ നിന്ന് വാങ്ങിയിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാൽമൺ വാങ്ങിയായിരുന്നു. സാൽമൺ 1 കിലോഗ്രാമിന് എന്താ പറയുക 9 പൗണ്ട് വരുന്നുള്ളൂ. എല്ലാവരും ഒരു 2.5-3 കിലോ വരുന്ന സാൽമണാണ് അവിടെ ഉള്ളത്. അത്യാവശ്യം ക്ലീനാണ്, ഉള്ളൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടാകും. കിങ് ഫിഷ് ഉണ്ടായിരുന്നു അവിടെ. കിങ് ഫിഷ് 13 പൗണ്ടുള്ള 1 കിലോന്. അതൊരു 3.5 കിലോൻ്റെ ഒരു കിങ് ഫിഷ് ആയിരുന്നു. പിന്നെ നല്ല ചെമ്മീൻ. ഈ സൈഡിലായിട്ടാണ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ്. ഇവിടെ 2:30 തുറക്കുന്നു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വളരെ നേരത്തെ എത്തി. അപ്പോൾ ഇവിടെ കടക്കാരും എല്ലാവരും ആക്റ്റീവായി വരുന്നുള്ളൂ. അപ്പോൾ വന്നതിന് ശേഷം പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഇവിടെ ഓരോ കടകളിലും കയറി നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അതിന് നമ്മൾ റേറ്റ് ചോദിക്കണം. ഫിഷ് മാർക്കറ്റിലെ പോലെയല്ല, ഇവിടെ ആരും പ്രൈസ് അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ ചോദിച്ചതിനുള്ള ട്രേയുടെ പൈസ അവർ പറഞ്ഞു തരും. അതുപോലെ ഓരോ കടയിലും ഡിഫറെൻറ്റ് പൈസയാണ് കേട്ടോ, ഡിഫറെൻറ്റ് റേറ്റാണ്. അപ്പോൾ ചോദിച്ചിട്ട് അവസാനം വാങ്ങുന്നതായിരിക്കും നല്ല നല്ല വെറൈറ്റി കളേഴ്സ്. എല്ലാ വെജിറ്റബിളും ഇവിടെ അവൈലബിൾ ആണ്. ഗ്രീൻ ലീഫ് വെജിറ്റബിൾ ആയാലും അല്ലാത്ത നോർമൽ വെജിറ്റബിൾസ് ആയാലും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല ഫ്രഷാണ്. ഇവിടെ നിന്നാണ് ബാക്കി ലോക്കൽ ഷോപ്പുകളിലേക്കൊക്കെ സപ്ലൈ പോകുന്നത്. നല്ല റേറ്റ് വ്യത്യാസമുണ്ട് എല്ലാ വെജിറ്റബിൾസിനും. നമ്മൾ വരുമ്പോൾ നമുക്കിവിടെ ഇങ്ങനെ കാണാം, അതായത് ബോക്സ് കണക്കിനാണ് നമ്മളിവിടെ നമ്മുടെ നാടൻ പാവയ്ക്ക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചേക്കുന്നത്. നമ്മുടെ ബജ്ജി മുളക് ഉണ്ട് ഇവിടെ. നമുക്ക് വളരെ ചീപ്പ് റേറ്റുള്ള റേറ്റും കാര്യങ്ങളും ഇവർ കുറച്ച് കഴിയുമ്പോൾ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, വെണ്ടയ്ക്ക അതൊക്കെ ബോക്സ് കണക്കിന് വെണ്ടയ്ക്കയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇഷ്ടം പോലെ സ്റ്റോക്കാണ്, പക്ക ഫ്രഷ് സംഭവം. നമുക്ക് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്കത് ഫീൽ ചെയ്യാനായിട്ട്. പിന്നെ നല്ല കുക്കുമ്പറും നല്ല പച്ചമുളകും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. നല്ല നാടൻ വഴുതനങ്ങ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. മിനിമം നമ്മൾ ഒരു ബോക്സ് വെച്ച് എടുക്കണം എന്നുള്ളൂ. ബാക്കി ഫ്രൂട്ട്സ് ഐറ്റംസും ഇവിടെ ധാരാളം കാണുന്നുണ്ട്. വെറൈറ്റി ഫ്രൂട്ട്സ് ഐറ്റംസൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നല്ല മാങ്ങ, ഇതെല്ലാം ഹോൾസെയിലായിട്ട് കൊടുക്കാനുള്ള മാങ്ങ. വലിയൊരു മാർക്കറ്റാട്ടോ, നല്ല എന്താ പറയുക വ്യാപിച്ച് കിടക്കുന്ന ഒരു മാർക്കറ്റാണിത്. ഇവിടെ കുറേ 100-ലധികം ഷോപ്പുകളുണ്ട്. ഓരോ ഷോപ്പിലും ഓരോ വിലകളാണ്. ഇതൊരു ഫ്രൂട്ട്സ് ഷോപ്പാണ്. ഇവിടെ വരുമ്പോൾ നമുക്കിവിടെ മാങ്ങയൊക്കെ വലിയ ബോക്സിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെ മറ്റേ സീതപ്പഴം, ആത്തച്ചക്ക എന്നൊക്കെ പറയുന്ന സംഭവമില്ലേ, ആ സംഭവം ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ അതേ പേരറിയാത്ത കുറേ പഴങ്ങളിവിടെ ഇരിക്കുന്നുണ്ട്. ഇത് എന്തൊരു സംഭവം നമുക്കറിയില്ല. ഈ കാണുന്ന മാംഗോസ് കണ്ടോ, ഈ ഒറ്റ ബോക്സ് മാംഗോ 1, 2, 3, 4, 12 മാങ്ങ. 12 മാങ്ങയ്ക്ക് 6 പൗണ്ടുള്ളൂ. അതായത് ഒരു മാങ്ങയ്ക്ക് 50 പെൻസ് വെച്ചേ വരുന്നുള്ളൂ ഈ മാംഗോസിന്. ഇത് കാണുന്നത് പ്ലമ്മാണ്. ഒരു ബോക്സ് 5 കിലോൻ്റെ ബോക്സിന് 11 പൗണ്ട്. അപ്പോൾ 1 കിലോന് ഒരു 2-2.5 പൗണ്ട് വെച്ചേ വരുന്നുള്ളൂ. പിന്നെ ഈ കാണുന്നതും ഇതും ഒരു ടൈപ്പ് വെറൈറ്റി ഓഫ് പ്ലംസ് ആണ്. ഇത് ഏതോ ഒരു രാജ്യത്തിൻ്റെ പേര് പറഞ്ഞു, ആ പ്ലമ്മാണെന്നാണ് പറഞ്ഞത്. ഇതിനും 11 പൗണ്ട്. 5 കിലോൻ്റെ ഒരു ബോക്സ് 11 പൗണ്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതേ വന്നോടത്തോളം കൊണ്ട് നമ്മൾ കുറേ മാംഗോസ് വാങ്ങി. ഈ ഉണ്ടോ 12 മാംഗോ ഉണ്ട്. 12 മാങ്ങയ്ക്ക് വെറും 4.5 പൗണ്ടുള്ളൂ. പിന്നെ ഇത് നമ്മൾ വരുമ്പോൾ ഉണ്ടോ പോംഗ്രാനൈറ്റ് ഉണ്ടോ, ഇത് 12 പോംഗ്രാനൈറ്റ് ഉണ്ട്. ഈ സംഭവത്തിന് വെറും 7 പൗണ്ടുള്ളൂ. അപ്പോൾ ഇത്രയും ചീപ്പായിട്ടാണ് നമുക്കിവിടെ ഫ്രൂട്ട്സ് കിട്ടുന്നത്. അപ്പം ഇനി നമ്മൾ ബാക്കിയുള്ള ഐറ്റംസിൻ്റെ വില ചോദിക്കാനായിട്ട് പോകുന്നുണ്ട്, വെണ്ടക്കായ കാര്യങ്ങളിലൊക്കെ. ഇനിയാണ് ഇതിൻ്റെ ഒരു ഇത് എടുക്കുന്നത്. ഇതാണ് ഈ വെജിറ്റബിൾ മാർക്കറ്റ്, വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് മാർക്കറ്റ്. ഇത് അങ്ങോട്ട് ഒരു മൈലിനടുത്ത് ഒരു ലെങ്ത് ഉണ്ട് കേട്ടോ. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഈ സിയും ഡിയും കണ്ടോ. നമുക്കിവിടെ നോക്കുമ്പോൾ ഇങ്ങനെ ബിൽഡിങ്ങിൽ കാണാൻ ഡി, അതുപോലെ സി. ഇത് രണ്ടും നമ്മുടെ ഇതാണ് വെജിറ്റബിൾസ് ആണ്. വെജിറ്റബിൾസ് കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് ഹോൾസെയിലായിട്ട് എടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ വണ്ടി കൊണ്ടുവന്നിട്ട് നമുക്ക് ആ കാര്യങ്ങൾ എടുക്കാം. പിന്നെ ഇത് ഫിഷ് മാർക്കറ്റാണ്. ഫിഷ് മാർക്കറ്റ് ബില്ലിംഗ്സ്ഗേറ്റ് മാർക്കറ്റിൻ്റെ ഒരു പകുതിയില്ല, ഒരു 1/4 ഭാഗത്തിന് അത്രേ ഉള്ളൂ. ഇതാണ് ഫിഷ് മാർക്കറ്റ് വരുന്നത്.